ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദിപ്പ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. കാരണം പനിയൊക്കെ ആയിട്ട് അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പയർ കുഴിച്ചിടുമ്പോൾ നമുക്കത് ഇതിൻ്റെ നാമ്പ് വരുമല്ലോ, നാമ്പ് ഇലയും കൂടിയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള പയറിൻ്റെ ഇല വെച്ചിട്ടാണ് ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്കത് സാധാരണ ഇല അറിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പയറില നമ്മളിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് ചീരയിലയും തേങ്ങാക്കൂട്ടും വെച്ചിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് അരിയും കുറച്ച് കടുകും ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തോരൻ അരി ഇട്ട് പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് തോരന്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന തോരനിലെല്ലാം എൻ്റെ തോരനിലൊക്കെ ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കൂ, അപ്പം അറിയാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോന്നിങ്ങനെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോ കാണുന്ന ബിഗിനേഴ്സ് ഉണ്ടാവും. അതായത് കുക്കിംഗ് ഇങ്ങനെ ചെയ്യാമെന്ന് അറിയാത്ത ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ പയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ തോരൻ വന്നിട്ട് നമ്മുടെ സാധാരണ പച്ചപ്പയർ തോരൻ വെക്കുന്ന അതേപോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക, അതേ മണമാണ് ഉണ്ടാവുക. പക്ഷേ ഇലയാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3-4 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഈ തേങ്ങാക്കൂട്ട് നമുക്ക് ഈ ഇലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക, എല്ലായിടത്തേക്കും എത്തുന്ന പോലെ. എന്നിട്ട് ഈ തേങ്ങയും നമുക്കൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പയറില തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.